കഥയുടെ ആ ഭാഗം അച്ചായന് ഫീൽ ചെയ്തു. അച്ഛാ, യഥാർത്ഥ ഫീല് 8ാമത്തെ സീൻ മുതലാണ് തുടങ്ങുന്നത്. താങ്ക് യു അച്ചായ, താങ്ക് യു. കണ്ട, തുടക്കത്തിൽ തന്നെ ഷേക്ക് ഹാൻഡ് കിട്ടുന്നത് കണ്ട. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കങ്ങ് കൊല്ലടാ. മേലാൽ ഈ മാതിരി കഥകളുണ്ട് എന്റെ പടി കടന്നു പോരുത്. നിന്റെ കൈ ഞാൻ വെട്ടും. അയ്യോ അച്ഛൻ, എന്റെ കഥയുടെ ഡെപ്ത് മനസ്സിലാവാത്തോണ്ടാ. എന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അതെടുത്ത് അങ്ങോട്ട് കാണിച്ചോട്. എന്തോ ആ പൂനെന്ന് കിട്ടിയ മണല്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നാണക്കേട് ഉണ്ടാക്കുന്ന നീയൊക്കെ നോക്ക്. വ്യക്തമായ കഥയും തിരക്കഥയും തയ്യാറായിട്ട് ഞാൻ പടം പിടിക്കും. അങ്ങനെ ചെയ്യാവൂ. തന്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് പ്രതീക്ഷയില്ല. തനിക്ക് ഈ പണി നല്ലതല്ല, അറിയില്ല. ഇവിടെ നോക്ക്, ആധാരം എഴുത്തല്ല തിരക്കഥ രചന. തനിക്ക് ഭാവനയില്ല, ജീവിത അനുഭവവും ഇല്ല. നമുക്ക് വേറെ കഥ നോക്കാം. കൺട്രോളറെ, താനിതിൽ ഇടപെടണ്ട. അച്ചായ, ഞാൻ 12 പ്രാവശ്യം തിരുത്തി തിരക്കഥയായിരുന്നു. 10,000 പ്രാവശ്യം തിരുത്തിയാലും ഒരു പ്രയോജനം ഇല്ല. താൻ പോയേ. രാവിലെ അച്ചായന്റെ 3 മണിക്കൂറാണ് തൊലച്ചത്. ചില പാലം നടത്തിയിട്ടില്ല. ലൂക്കോസേ, എനിക്ക് വല്ലോ വെള്ളം ചോദിക്കടാ. ഇതൊന്ന് പിടിച്ചാട്ടെ. ഇനി ഇതുപോലെ മെനക്കെടുത്താൻ വന്ന ആ പട്ടി അഴിച്ചു വിടണം. എന്നാ തന്നെ കഥ പറഞ്ഞ അതിനെ കൊല്ലാനാ. നീ ഇരുന്ന് വിഴുങ്ങ്. സുശീല, നീ നോക്കൂ. ഈ വൈശാഖൻ ഈ അച്ചായനെ കൊണ്ട് തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഈ വർഷം തന്നെ ഞാൻ ഡയറക്ടർ ആവുകയും ചെയ്യും. ആവണം സാറേ, എത്രയും പെട്ടെന്ന് തന്നെ സാറ് ഡയറക്ടർ ആവണം. ഈ മലയാളികൾ കുറെ അനുഭവിക്കണം. ഇനിയിപ്പോ ആരും കേൾക്കൂലല്ലോ. ചോദിക്കുന്നുണ്ട്, വിഷമം തോന്നരുത് സാറേ. സാറിന് വിശ്വാസമുണ്ടോ ഈ കഥ വെച്ചൊരു പടം ചെയ്യാൻ പറ്റുമെന്ന്? സുശീല, നോക്ക്, ഡ്രൈവറുടെ പണി നടത്തിയാൽ മതി കേട്ടോ. ഡ്രൈവർമാരും തൊഴിലാളികളും ഒക്കെയാ പടം കാണാൻ വരുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. വണ്ടി എടുക്കടാ. ഓ, എന്നെ ഇറക്കിയിട്ട് വണ്ടി സർവീസ് സെന്റർ ഒന്ന് കാണിക്കണം. കാറിന് AC കുറവാണെന്ന് തോന്നുന്നു. സാറ് കഥയിൽ പറയുന്നത് ജീവിതത്തിന്റെ പരുക്കൻ ഭാവങ്ങൾ. കാറിൽ അല്പം AC കുറഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളോ. നോക്കി എടുക്കണേ.